കാത്തുവിന്റെ ഒരു അവധി ദിവസം എങ്ങനെ ക്രിയേറ്റീവായി ചെലവഴിക്കണമെന്ന് ആലോചിച്ച് നടക്കുമ്പോഴാണ് പറമ്പിലെ മാവിന്റെ ചൂട്ടിൽ ചെളി പിടിച്ചു കിടക്കുന്ന സ്പൈഡർ പ്ലാന്റും ചെടിച്ചട്ടിയും ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. സ്പൈഡർ പ്ലാന്റിന്റെയും ചെടിച്ചട്ടിയുടെയും സൗഭാഗ്യകഥ നിങ്ങളുടെ മുൻപിൽ സവിനയം അവതരിപ്പിച്ചുകൊള്ളുന്നു. സ്പൈഡർ പ്ലാന്റ് അഥവാ ക്ലോറോഫൈറ്റം കോമോസം, റിബൺ പ്ലാന്റ് എന്നും എയർപ്ലെയിൻ പ്ലാന്റ് എന്നും ഇവന് വിളിപ്പേരുണ്ട്. ഇവന്റെ ചില വെറൈറ്റികൾക്ക് സ്പൈഡറിന്റെ അതേ ലുക്കാണ്. വെള്ളത്തിൽ അല്പനേരം മുക്കി വെച്ച ചട്ടി ഷാമ്പു ഇട്ട് കുളിപ്പിച്ചെടുക്കുമ്പോൾ തന്നെ ഇത്ര നാളും ഒരു പരിഭവം കൂടാതെ മഴയത്തും വെയിലത്തും കാറ്റത്തും മാറോട് ചേർത്ത് വളർത്തിയതിന്റെ ആദരസൂചകമായി സ്പൈഡർ പ്ലാന്റ് തറയിൽ മലർന്നു കിടന്ന് എന്നോട് ആജ്ഞാപിക്കുന്നതായി തോന്നി. അയ്യോ, ചട്ടിക്ക് നോവും, തേച്ചരച്ച് കഴിവടെ. ഉണങ്ങിയ ചട്ടി തുടച്ച് അളവുകോൽ വെച്ച് വരച്ചെടുത്ത് കാത്തുവിന്റെ അക്രിലിക് പെയിന്റിംഗ് വൈഭവത്തിന് പാത്രമാകാൻ പോകുന്നേരം അവഗണനയുടെ പടുകുഴിയിൽ നിന്നും പരിഗണനയുടെ വാതിൽ തനിക്കായി തുറക്കപ്പെടുന്നതിന്റെ സന്തോഷം ചട്ടിയുടെ മുഖത്ത് മന്ദഹാസമായി വിരിഞ്ഞു നിന്നു. തന്റെ കർത്തവ്യത്തിൽ നിലയുറച്ച് തന്റെ കഴിവിൽ വിശ്വസിച്ച് അഹോരാത്രം പ്രയത്നിച്ചതിന്റെ അനന്തരഫലം. താൻ ഇത്ര നാളും പോറ്റി വളർത്തിയ തന്റെ നിഴലായി കൂടെ നിന്ന സ്പൈഡർ പ്ലാന്റിനെയും തന്റെ കൂടെ കൂട്ടണമെന്ന് തോന്നൽ ചിലപ്പോൾ ചട്ടിക്കുണ്ടാകാം. വന്ന വഴി മറക്കാതെ അവർ ഒരുമിച്ച് മുന്നേറട്ടെ. മാത്രവുമല്ല, സ്പൈഡർ പ്ലാന്റ് ചില്ലറക്കാരനല്ല, നാസ വരെ അംഗീകരിച്ച വ്യക്തിയാണ് സ്പൈഡർ പ്ലാന്റ്. അപ്പോൾ നിങ്ങൾക്ക് തോന്നും, നാസയ്ക്ക് എന്താ ഈ വെട്ടിക്കാര്യം? നാസയ്ക്ക് ഉണ്ട് പ്ലാന്റ് സ്റ്റഡി. അവരുടെ ലിസ്റ്റിലെ നാച്ചുറൽ എയർ പ്യൂരിഫയർ ആണ് ഇപ്പോൾ വെറും തറയിൽ കിടക്കുന്ന ഈ സ്പൈഡർ പ്ലാന്റ്. കാത്തു പെയിന്റിങ്ങിന്റെ ഫിനിഷിംഗ് പോയിന്റിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു. ഗ്രീനിഷ് വൈറ്റ് സ്പൈഡർ പ്ലാന്റിന് ഓറഞ്ച് ഗ്രേ ചട്ടി മാറ്റുകൂട്ടും. സ്റ്റിക്കർ ഒട്ടിച്ച പോലെ അക്രിലിക് കളേഴ്സ് ചട്ടിക്ക് മോടി കൂട്ടി തിളങ്ങി നിൽക്കുന്നു. അടുത്തതായി കാത്തു ചെടി നടാനുള്ള ഒരുക്കത്തിലാണ്. ചട്ടിയുടെ അടിയിൽ അല്പം കല്ലുകളിട്ട് അതിന് മുകളിലായി കരിയില നിരത്തി അല്പം ചരൽ മണ്ണർ വിതറി പിന്നീട് ചാമ്പലും വളവും മിക്സ് ചെയ്ത് ചേർത്ത് കൊടുത്തു. കഴിഞ്ഞില്ല സ്പൈഡർ പ്ലാന്റിന്റെ വിശേഷങ്ങൾ. അത്ഭുതങ്ങളുടെ കലവറയാണ്. ഹാംഫുൾ കെമിക്കൽസായ കാർബൺ മോണോക്സൈഡ്, ബെൻസീൻ, കാർസിനോജനായ ഫോർമാൽഡിഹൈഡ്, സൈലിൻ എന്നിവയെ അന്തരീക്ഷത്തിൽ നിന്നും ഇവ നീക്കം ചെയ്യുന്നു. ചുരുക്കി പറഞ്ഞാൽ ഇൻഡോർ പ്ലാന്റ് ആകാൻ എന്തുകൊണ്ടും യോഗ്യൻ. പലപ്പോഴും എനിക്ക് സംഭവിക്കുന്നത്, ഒരു നല്ല ഭംഗിയുള്ള സുന്ദരനായ സുന്ദരിയായ ഒരു പ്ലാന്റിനെ മേടിച്ചുകൊണ്ട് വരുന്നു. അവന് മുട്ട കൊടുക്കുന്നു, കഞ്ഞിവെള്ളം കൊടുക്കുന്നു, വളം കൊടുക്കുന്നു. എല്ലാം കഴിയുമ്പോൾ വാടിക്കഴിഞ്ഞ പ്ലാന്റ് ചോദിക്കുന്നു, അപമാനിച്ചു കഴിഞ്ഞെങ്കിൽ ഞാൻ പോയിക്കോട്ടെ. ഓരോ ചെടിക്കും ഓരോ രീതിയുണ്ട്. എന്നാൽ ബിഗിനേഴ്സിന്, ബിസി ലൈഫ് ഷെഡ്യൂൾ ഉള്ളവർക്ക് പറ്റിയ പ്ലാന്റ് ആണ് സ്പൈഡർ പ്ലാന്റ്. 20+ ഇയേഴ്സ് ആണ് ഇവരുടെ ലൈഫ് സ്പാൻ. ഓവർ വാട്ടറിങ് ചെയ്താൽ ഇവ അഴുകിപ്പോകും. അതിനാണ് നമ്മൾ ചരൽ ഉപയോഗിച്ചത്. അതായത് ടോട്ടൽ സോയിൽ വോളിയത്തിന്റെ 50 to 75% ഡ്രൈ ആയാൽ, അഥവാ ടോപ്പ് 2 ഇഞ്ച് സോയിൽ ഡ്രൈ ആയാൽ മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. അതുപോലെ തന്നെ ഇവർക്ക് ഡയറക്റ്റ് സൺലൈറ്റിന്റെ ആവശ്യമില്ല, ഇൻഡയറക്റ്റ് സൺലൈറ്റ് മതി. അതും അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ലൈറ്റ് കൊടുത്താലും മതി. ഇവിടെ ചട്ടിയിലേക്ക് കാത്തു മുട്ടത്തോട് പൊടിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൽ 96% കാൽസ്യം കാർബണേറ്റ് ഉണ്ട്. ഇത് പ്ലാന്റിന് കാൽസ്യം കൊടുക്കും. അതുപോലെ തന്നെ പഴുത്തൊലി 3 ദിവസം വെള്ളത്തിലിട്ടിട്ട് വെച്ച ശേഷം ഒഴിച്ചു കൊടുക്കാം. പ്ലാന്റിന് പൊട്ടാസ്യം ലഭിക്കും. കാൽസ്യം, പൊട്ടാസ്യം പ്ലാന്റിന് ആവശ്യമായ എസെൻഷ്യൽ ന്യൂട്രിയൻസ് ആണ്. തീർന്നിട്ടില്ല സ്പൈഡർ പ്ലാന്റിന്റെ നേട്ടങ്ങൾ. ഇവ ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്യുകയും എയർ പ്യൂരിഫൈ ചെയ്യുകയും ചെയ്യുന്നത് കൊണ്ട് നമുക്ക് നല്ല ഉറക്കം ലഭിക്കുന്നു. മാത്രമല്ല, നമ്മുടെ രക്തസമ്മർദ്ദം കുറച്ച് സ്ട്രെസ് മാനേജ്മെന്റിന് ഇവ സഹായിക്കുന്നു. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഡിപ്രഷനും ആൻസൈറ്റിക്കും എതിരെ പ്രവർത്തിക്കുന്നു. ഒരു കൂട്ടർ വിശ്വസിക്കുന്നത് ഇവ സമ്പൽ സമൃദ്ധിയും ഭാഗ്യലബ്ധിയും കൊണ്ടുവരുമെന്നാണ്. പ്രോസ്പെരിറ്റി ആൻഡ് ഗുഡ് ലക്ക്. സത്യമാണ്. സ്ട്രെസ് ഇല്ലാത്ത ജീവിതം, സന്തോഷകരമായ ഉറക്കം, ഇതിനേക്കാൾ എന്ത് ഭാഗ്യമാണ്, എന്ത് സമ്പൽ സമൃദ്ധിയാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത്. മറ്റൊരു കാര്യം, പെറ്റ്സ് ഉള്ളവർക്ക് ഈ പ്ലാന്റിനെ ധൈര്യമായി വളർത്താം. ഇവ പെറ്റ്സിന് ടോക്സിക്കേ അല്ല. സത്യത്തിൽ സ്പൈഡർ പ്ലാന്റ് ഒരു പുലി തന്നെയാണ്. നല്ല ഒരു സ്ട്രെസ് റിലീഫ് ഹോബിയാണ് ഗാർഡനിങ്. ചെടി നടുകയും പരിപാലിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് വല്ലാത്ത ഒരു ആത്മസംതൃപ്തി കൈവരാറുണ്ട്. ഹൗസ് പ്ലാന്റിനെ കുറിച്ച് നാസ, നാഷണൽ എയറോനോട്ടിക്സ് ആൻഡ് സ്പേസ് അഡ്മിനിസ്ട്രേഷൻ റെക്കമെൻഡ് ചെയ്യുന്നത് അറ്റ്ലീസ്റ്റ് ഒരു പ്ലാന്റ് എങ്കിലും 100 സ്ക്വയർ ഫീറ്റിൽ ഉണ്ടെങ്കിൽ അത് എഫക്റ്റീവായിട്ട് എയർ ക്ലീൻ ചെയ്യുമെന്നാണ്. ഇൻഡോറിൽ വെക്കാനായതുകൊണ്ട് ചെറിയ മെറ്റൽ കഷ്ണങ്ങളിട്ട് അതിനെ ഭംഗിയാക്കുന്നുണ്ട്. ഔട്ട്ഡോറിലാണെങ്കിൽ ചെടിക്ക് ചൂട് തട്ടും. ജാക്കി ചാൻ ഒരിക്കൽ പറഞ്ഞതുപോലെ, ഓസ്കാർ ഞാൻ തേടി പോയതല്ല, ഓസ്കാർ എന്നെ തേടി വന്നതാണ്. നിങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യപ്പെടാതിരിക്കാം. നിങ്ങൾ ആരായിരുന്നാലും, നിങ്ങൾ ഏതായിരുന്നാലും, നിങ്ങൾ നിങ്ങളുടെ പ്രവർത്തന മേഖലയിൽ പ്രയത്നിച്ചുകൊണ്ടേയിരിക്കുക. ഒരു നാൾ ലോകം നിങ്ങളെ തിരിച്ചറിയുക തന്നെ ചെയ്യും. വെള്ളം വാർന്നു പോകാനായിട്ട് ഇവിടെ ഒരു പ്ലേറ്റ് കൂടി വെക്കുന്നുണ്ട്. ആരാലും ശ്രദ്ധിക്കപ്പെടാതെ പറമ്പിലെ ഒരു മൂലയിൽ കിടന്ന ചട്ടിയും ചെടിയും ഇന്ന് ഞങ്ങളുടെ സ്വീകരണ മുറിയിലെ മെയിൻ താരങ്ങളായി കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും ഇതൊന്ന് പ്ലാൻ ചെയ്ത് നോക്കുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. സൈനിങ് ഓഫ്, അച്ഛൻ കാത്തൂസ്.